ഡ്രൈവർ ഹാൻഡ്സ് വെക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം എല്ലാവരും ഫുള്ളായിട്ടുണ്ട് കേട്ടോ, എല്ലാവരും ഉറങ്ങുന്നുണ്ട്. ടിക്കറ്റ് എത്രയാണ് കോസ്റ്റ് വരുന്നത്? ടിക്കറ്റ് 2. മുമ്പ് ഇതേപോലെ ബൈക്കിന് റൈഡ് ആയിട്ടുണ്ടായിരുന്നു പൂനെയിലേക്ക്. ആ ടൈമിൽ നമുക്ക് 2000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടില്ല. ബസ്സിലാണ് പോകുന്നത്, വോൾവോ അല്ലേ? വോൾവോ VR. ട്രെയിനിൽ പോകുന്നതിനേക്കാളും ബസ്സിലാണ് പെട്ടെന്ന് എത്താൻ പറഞ്ഞത്. അപ്പം അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ബസ്സിൽ ഏറ്റവും കൂടുതൽ ലോങ് 1000 കിലോമീറ്ററോളം യാത്ര ചെയ്യാൻ പോകുന്നത്. ഇത് പുറമേ നോക്കുമ്പോൾ ഇങ്ങനെയാണ് ബസ്സെങ്കിലും അകത്ത് നല്ല ലക്ഷറി സെറ്റപ്പാണ് ഉള്ളത്. അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഡ്രൈവർ ക്യാബിൻ വരുന്നത് എവിടെയാണ്? ഡ്രൈവർ നൈസായിട്ട് ഹാൻഡ്സ് വെക്കുന്നുണ്ട്, അതിൻ്റെ വിഷ്വൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. ഫുൾ ഒരു ലക്ഷറി സെറ്റപ്പിലാണ് സീറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൽ ഇരുന്നിട്ട് നോക്കുമ്പോൾ എന്തായാലും ഒരു ഫ്ലൈറ്റിൻ്റെ ഒക്കെ ഒരു ഫീൽ പോലെ തോന്നുന്നുണ്ട്. ഇപ്പം ഡ്രൈവർ ഉണ്ടല്ലോ ഹാൻഡ്സ് വെക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഹാൻഡ്സ് വെക്കാണ്ട് വണ്ടി നൈറ്റ് ഓടിക്കാൻ പറ്റൂല എന്ന് തോന്നുന്നത്. അതാണ് ഇത് ഇങ്ങനെ എടുത്തിട്ട് വെച്ചിട്ടാണ് വണ്ടി ഓടിക്കുക. അപ്പോൾ വ്ളോഗ് ഞാനങ്ങനെ വ്ളോഗ് രൂപത്തിലൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് സൗണ്ട് എക്സ്ട്രാ കയറ്റുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ കൂടെ യാത്ര ചെയ്യാനുള്ളത് അൽത്താഫാണ്, നമ്മളെ ഫ്രണ്ട്. അപ്പോൾ ഇവൻ്റെ നാട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ ഡ്രൈവറിൻ്റെ ഒരു ക്യാബിനൊക്കെ ഈ ഒരു ഭാഗത്താണ് വരുന്നത്, കണ്ടില്ലേ? ഒരു സിമ്പിളായിട്ടുള്ള സ്റ്റിയറിങ്ങും ഗിയറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ആ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും അഗൈൻ ബാക്ക് ടു പൂനെ. അങ്ങനെ ബസ്സിലാണ് പോകുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്ര ഏകദേശം 1000 കിലോമീറ്റർ ബസ്സിലിങ്ങനെ പോകുന്നത്. നമ്മളെ ചെക്കൻ്റെ അൽത്താഫിനെ പോലെ പോകുന്നത്. നമ്മൾ മുമ്പ് ഇതേപോലെ ബൈക്കിന് റൈഡ് ആയിട്ടുണ്ടായിരുന്നു പൂനെയിലേക്ക്. ആ ടൈമിൽ നമുക്ക് 2000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടില്ല. ഫസ്റ്റ് ട്രാവൽ ചെയ്തത് അപ്പോഴാണ്. അന്നേരം ഇപ്പം ഏകദേശം 48,000 ആയിട്ടുണ്ട്. അപ്പം സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും താങ്ക്സ്. നമ്മൾ ബസ്സിലാണ് പോകുന്നത്, വോൾവോ അല്ലേ? വോൾവോ VR ബസ്സിലാണ് പോകുന്നത്. കണ്ടില്ലേ? ഫുള്ള് നല്ല അടിപൊളി സെറ്റപ്പാണ്. കടന്നിട്ട് പോവാം. ഇപ്പോൾ ബാക്ക് ക്യാമറ എടുക്കാൻ കഴിയില്ല. ബസ്സിലെ സെറ്റപ്പ് കണ്ടില്ലേ? അതായത് ബസ്സിൻ്റെ അവസ്ഥ. കടന്നിട്ട് നല്ല വൈബായി പോകും. പിന്നെ AC കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഇപ്പം ഏകദേശം സമയം 5:20 ബസ് തിരിച്ച് പൂനെയിലെത്തുമ്പോൾ, മഹാരാഷ്ട്ര എത്തുമ്പം 8 മണിയല്ലേ? രാവിലെ 8-9 ആകുമ്പോൾ എത്തും. അപ്പോൾ അതുവരെ ഇങ്ങനെ ഫിലിമെല്ലാം കണ്ട്, ഫോണിൽ ഫിലിം കണ്ട് ഇവിടെ ഇങ്ങനെ കടന്നിട്ട് പോവാം. ട്രെയിനിൽ പോകുന്നതിനേക്കാളും ബസ്സിലാണ് പെട്ടെന്ന് എത്താതാണ് പറഞ്ഞത്. കാരണം ട്രെയിനിലാകുമ്പോൾ 24 മണിക്കൂർ എടുക്കും. ബസ്സിൽ രാത്രിക്ക് വരെ രാവിലെ ആകുമ്പോൾ നമ്മൾ പൂനെയിലെത്തും. നല്ല സുഖമുണ്ട് കേട്ടോ. ഒരു റൂമിൽ കിടക്കുന്ന ഫീലുണ്ട്. നല്ല ലക്ഷറി സീറ്റ്, നല്ല അടിപൊളിയായിട്ടുണ്ട്. ടിക്കറ്റിന് എത്രയാണ് കോസ്റ്റ് വരുന്നത്? ടിക്കറ്റ് 2,200 ഒരാൾക്കല്ലേ? ഒരാൾക്ക് 2200 ടിക്കറ്റിൻ്റെ കോസ്റ്റ്. നല്ല സുഖമുണ്ട് കേട്ടോ ഇങ്ങനെ യാത്ര ചെയ്യാൻ. നമുക്ക് ഇങ്ങനെ ബസ്സിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും പിന്നെ ഡ്രൈവിങ്ങിൽ അയാളെ ജസ്റ്റ് ഒന്ന് എടുത്ത് കുറച്ചായിട്ട് കാണിച്ചു തരാൻ നോക്കിയിട്ട്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ബസ്സിൻ്റെ മുകൾ ഭാഗത്ത് കിടക്കുമ്പോൾ നമുക്കില്ല പുറത്തത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത്. താഴത്തെ ഭാഗത്ത് സിറ്റിംഗാണ് ഉള്ളത്. മുകളിലാകുമ്പോൾ നമുക്കിങ്ങനെ കിടന്നിട്ട് പോവാം. അപ്പോൾ നല്ല രീതിയിൽ, അതായത് ഒരു ബസ്സിൽ പോകുന്ന ഒരു ഫീൽ നമുക്ക് മുകളിൽ ഇങ്ങനെ കിടക്കുമ്പോൾ കിട്ടുന്നില്ല. നല്ലൊരു, അതായത് ട്രെയിനിൽ പോകുന്നതിനേക്കാൾ എത്രയോ നല്ലൊരു സുഖം ഈ ഒരു ബസ്സിൽ പോകുമ്പോൾ കിട്ടുന്നുണ്ട്. കാരണം മുകളിൽ 2-3-4 AC സെറ്റപ്പെല്ലാം ഉണ്ട്. പിന്നെ ഇപ്പോൾ കണ്ടില്ലേ, നല്ല റൂമിൽ കിടക്കുന്ന ഒരു ഫീലിലാണ് നമ്മൾ പോകുന്നത്. AC എല്ലാം ഞാൻ ഓഫ് ആക്കിയിട്ടുള്ളത്, കാരണം നല്ല തണുപ്പടിക്കുന്നുണ്ട്. അപ്പം ക്ലോസ് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിയത്, കുറച്ച് ലേസ്, അതുപോലെ ഒരു സ്റ്റിങ് എനർജി കിട്ടാൻ വേണ്ടി, പിന്നെ ഒരു ഓറിയോ ബിസ്ക്കറ്റ്, ഇതൊക്കെയാണ് വാങ്ങിയത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം വണ്ടി നിർത്തും, അതായത് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തും. അത് ഏകദേശം ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ നിർത്താമെന്നാണ് പറഞ്ഞത്. അതുവരെ നമുക്ക് എന്തെങ്കിലും തിന്നണ്ടേ. അപ്പോൾ നൈസായിട്ട് കുറച്ച് ലേസെല്ലാം വാങ്ങിയിട്ട് കഴിച്ചിട്ട് കുറച്ച് സമയം നമുക്ക് ഫോണൊക്കെ നോക്കുക, പിന്നെ വീണ്ടും കിടക്കുക. ഇതേ ചെയ്യാൻ പറ്റും. ഇതിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇറങ്ങി നടക്കാനൊന്നും പറ്റില്ല. കാരണം അപ്പുറം ഇപ്പുറമൊക്കെ ആൾ കയറാനുള്ളതാണ്. ഇപ്പം ബസ്സിൽ ആരും ഇല്ല. അപ്പം കുറച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഫുള്ളാവേണ്ടതാണ്. ഇപ്പോൾ ഏകദേശം 3-4 ആൾക്കാരേ ഉള്ളൂ. ഓരോ സ്റ്റോപ്പിലെത്തുമ്പം അവരെ ബുക്ക് ചെയ്ത സ്ഥലത്തെത്തുമ്പം അവർ കയറുന്നതാണ്. അതേപോലെ അൽത്താഫ് വിൻഡോ സീറ്റിലിരുന്നിട്ട് ലേസ് കഴിക്കുന്നുണ്ട്. അപ്പം കണ്ടില്ലേ, നല്ലൊരു റൂമിൻ്റെ ഒരു ഫീൽ തന്നെയാണ് ഈ ബസ് കിട്ടുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തിരിയുന്നുണ്ടാവും. അപ്പോൾ ഇതിനേക്കാളും ലക്ഷറി ഒരുപാട് ബസ്സുകളുണ്ട്, പക്ഷേ ഇത് തന്നെ എനിക്ക് ഭയങ്കര ഒരു ലക്ഷറി ആയിട്ടാണ് തോന്നിയത്. കണ്ടില്ല, നമുക്ക് നമ്മളെ ലഗേജ് വെക്കാനുള്ള സ്പേസ് നമ്മൾ സീറ്റിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് കുറച്ച്. പിന്നെ അതേപോലെ ചാർജിങ് ബോട്ടിലാണ് ഏറ്റവും വലിയ ആശ്വാസം. അതുണ്ടാവുമെന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പം ആ കാര്യത്തിലൊരു തീരുമാനമായി. അതുപോലെ ഓരോ ബിസ്ക്കറ്റിന് കഴിക്കാം. ഫുള്ള് ഫുഡ് തന്നെ. ഒരു 8 മണി വരെ ഇതേപോലെ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുക. മധുരം അധികം തിന്നാൽ തലവേദന എടുക്കും, അതുകൊണ്ട് അങ്ങനെ തിന്നാൻ വേണ്ടി പറ്റൂല. ഈ ഓറിയോ എല്ലാം കഴിക്കുമ്പോൾ അതിൻ്റെ ക്രീം മാത്രം എടുത്തിട്ട് കഴിക്കുമ്പോൾ ഒരു ഫീൽ, അത് വേറെ തന്നെ ഒരു ഫീലാണ്. ഫസ്റ്റ് ക്രീം മാത്രം കഴിക്കുക, അതിന് ശേഷം ബിസ്ക്കറ്റ് തിന്നുക. അങ്ങനെയെല്ലാം തിന്നുമ്പം
ജസ്റ്റ് ഒരു നല്ലൊരു രസമായിരിക്കും. അതേപോലെ മംഗലാപുരം എത്തിയപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ബസ് കയറിയത്. അങ്ങോട്ടേക്ക് നമ്മൾ വേറെ വണ്ടിയിലാണ് വന്നത്. പിന്നെ മംഗലാപുരത്തു നിന്നാണ് ബസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളെ കണ്ണൂർ ഭാഗത്തു നിന്നൊന്നും ബസ്സില്ല. മംഗലാപുരം വന്നിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ബാംഗ്ലൂരേക്കൊക്കെ ഉണ്ട്, പൂനെയിലേക്ക് ഉണ്ടോയെന്ന് അറിയില്ല. പൂനെയിലേക്ക് ഇതുവരെ ഉണ്ടെന്ന് കേട്ടിട്ടില്ല. അതേപോലെ 2 ഡ്രൈവേഴ്സ് ഉണ്ട്. ഡ്രൈവേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അവർ എന്താണ് അറിയില്ല. അയാൾ ഹാൻഡ്സെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പേടി ഉണ്ട് ബസ്സിൽ പോകുമ്പോൾ. കാരണം അയാളിങ്ങനെ ഇത് വെക്കുന്നത് കണ്ടപ്പോൾ ഒരു പേടി. ഏതായാലും സേഫായിട്ട് എത്തിയാൽ മതി. അപ്പോൾ അങ്ങനെ നമുക്ക് വിൻഡോ സീറ്റ് കിട്ടി. അൽത്താഫ് ഭായി നമ്മളോട് പറഞ്ഞു കുറച്ച് സമയം നീപ്പറമാണൊക്കെ ഇരുന്നു എന്ന് പറഞ്ഞ്, ജസ്റ്റ് അതായത് പുറത്തത്തെ കാഴ്ചയെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വോയിസിൽ എക്സ്ട്രാ കയറ്റുന്നതുകൊണ്ട് വേറെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റില്ല. അപ്പം ഈ സൈഡിലിരിക്കാൻ വേറെ തന്നെ ഒരു ഫീലാട്ടോ. നമ്മൾ അപ്പുറത്തെ ഭാഗത്ത് ഇരുന്നതിനേക്കാൾ നല്ല സുഖമാണ് വിൻഡോ സീറ്റിൽ നമുക്കിങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട്, പുറത്തത്തെ കാഴ്ചയെല്ലാം കണ്ടിട്ട്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാർജിങ് പോർട്ടുള്ളത് എന്തായാലും നമുക്ക് നല്ലൊരു ബെനിഫിറ്റാണ്. പിന്നെ ഇവിടെ ഒരു ലൈറ്റ് കാണുന്നുണ്ട്. പക്ഷേ ആ ലൈറ്റ് നൈറ്റ് ആകുമ്പോൾ നമുക്ക് ഇടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ അത് കത്തുന്നില്ല. ലൈറ്റ് കംപ്ലൈൻ്റ് ആണ് തോന്നുന്നുണ്ട്. പിന്നെ അതേപോലെ ഇതിൻ്റെ നേരെ താഴെയുള്ളത് സിറ്റിംഗ് ആണ്. ഇരുന്നിട്ട് പോവാം. പിന്നെ മേലെയും പിന്നെ അപ്പുറ സൈഡിലെല്ലാം കിടന്നിട്ട് പോകുന്നത്. അപ്പോൾ താഴെ ഇരിക്കുന്നത് എന്ന് വെച്ചാൽ ലോങ് പോകുമ്പോൾ താഴെ ഇരിക്കാണ്ട് പോകുന്നതായിരിക്കും നല്ലത്. കാരണം കിടന്നിട്ട് പോയാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാവിലെ ആകുമ്പോൾ നമ്മൾ അറിയും നമ്മളെ ഡെസ്റ്റിനേഷൻ എത്തുമ്പോൾ നമുക്ക് എണീച്ച് പോയാൽ മതി. താഴെ ആകുമ്പം ഈ കിടക്കാൻ പറ്റില്ല. സിറ്റിംഗ് ആയതുകൊണ്ട് നേരം നല്ലൊരു സുഖം കിട്ടൂല. എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ജസ്റ്റ് നമ്മൾ തിയേറ്ററിലെല്ലാം ഇരിക്കുന്ന പോലെ സീറ്റ് ബാക്കോട്ടേക്ക് ഇങ്ങനെ ജസ്റ്റ് വെച്ചിട്ടൊക്കെ നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ വിലയെല്ലാം കുറവായിരിക്കും, ക്യാഷ് കുറവാണ്. ഏതായാലും കിടന്നിട്ട് ഇങ്ങനെ പോകുന്നത് തന്നെയാണ് കേട്ടോ നല്ലൊരു കംഫർട്ടബിൾ നമുക്ക്. പിന്നെ ഇപ്പോൾ നമ്മൾ ഏകദേശം ഉടുപ്പി ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് ഉടുപ്പിയിലെ കാഴ്ച. ഇപ്പോൾ നമ്മൾ കിടന്നിട്ട് പോകുന്ന സീറ്റാണ് ബുക്കാക്കുന്നുണ്ടെങ്കിൽ, ഓൺലൈനിൽ ബുക്കാക്കുന്നുണ്ടെങ്കിൽ അതിൽ നമ്മളടുത്ത് മെയിലാണോ ഫീമെയിലാണോ എന്ന് അവർ കാണിക്കും. ഫീമെയിലാണെന്നുണ്ടെങ്കിൽ ഒരു മെയിലിന് അവിടെ കിടക്കാൻ വേണ്ടി പറ്റൂല, നമുക്ക് വേറെ സീറ്റ് എടുക്കേണ്ടി വരും. ഇപ്പോൾ സമയം ഏകദേശം 8:30 ആയിട്ടുണ്ട്. ലേറ്റായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട്. നല്ലോണം കഴിക്കാൻ വേണ്ടി നിർത്താൻ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ നിർത്തുന്ന ഡ്രൈവർ പറഞ്ഞത്. പിന്നെ കേരളം വിട്ട് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ പെരുമാറ്റ രീതിയൊക്കെ മാറിയില്ലേ, എന്തോ ഒരു സ്വഭാവമാണ്, സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല. ഇതിപ്പം നല്ല ചായയാണ് ഇവിടെ ഉള്ളത്. പിന്നെ നമ്മളിപ്പം ജസ്റ്റ് വട മാത്രം കഴിക്കുന്നുണ്ട്. ബാക്കി 11 മണിക്ക് നിർത്തുമ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ 10 മിനിറ്റ് ബസ് നിർത്തുമെന്ന് അയാൾ പറഞ്ഞത്. ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അമ്മ വണ്ടി വിട്ട്, പക്ഷേ ഉറങ്ങാൻ പറ്റുന്നില്ല. യാത്ര പോകുമ്പോൾ എന്താ അറിയില്ല, പെട്ടെന്നൊന്നും ഉറക്കം വരുന്നില്ല. അപ്പോൾ ഇങ്ങനെ വെറുതെ കിടക്കുക. അങ്ങനെ 11 മണി 11:30 ആകുമ്പോൾ ഇപ്പോൾ ഫുഡ് കഴിക്കാൻ നിർത്തിയത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഫ്രൈഡ് റൈസ് നമ്മൾ കഴിച്ച്. വേറെ എല്ലാ ഫുഡ് വരുന്ന ട്രൈ ചെയ്യാൻ പറ്റില്ല. കാരണം ബസ്സിൽ നിന്ന് പണി കിട്ടിയാൽ വേറൊന്നും ചെയ്യാൻ പറ്റില്ല, അവർ നിർത്തി തരുമൊന്നുമില്ല. അപ്പം ഈ ഒരു ഫ്രൈഡ് റൈസ് അയച്ചത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. സാധാരണ പുറത്തത്തെ ഫുഡ് അങ്ങനെ പിടിക്കില്ല, അതായത് എല്ലാവർക്കും പിടിക്കൂല. പക്ഷേ ഈ ഫ്രൈഡ് റൈസ് നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രൈവറിൻ്റെ ക്യാബിൻ വരുന്നത്. ഈ മേലെ ഒരു തട്ടുണ്ട്, ആ തട്ടിലാണ് ഡ്രൈവർ കിടക്കുന്നത്. വേറെ അതായത് രണ്ടാമത്തെ ഡ്രൈവർ ഉണ്ടാവില്ല, ഇവർ ഉറക്കം വന്നാൽ മാറി കിടക്കാനുള്ളത്. അപ്പോൾ ഇവരിങ്ങനെ ഇപ്രാവശ്യം എന്താ അറിയില്ല, സാധാരണ അങ്ങനെയൊന്നും അറിയില്ല, ആദ്യമായിട്ട് പോകുന്നതുകൊണ്ടാണെന്നൊന്നും അറിയില്ല. ഇവർ വണ്ടി ഇടയ്ക്കിടയ്ക്ക് നിർത്തിക്കൊണ്ട് ഏകദേശം ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പോൾ വണ്ടി നിർത്തി ഡ്രൈവർ മാറി, പിന്നെയും വണ്ടി നിർത്തി മാറി, ഡ്രൈവർ നിർത്തി മാറി, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇവരുടെ ഈ ഒരു ഓടിക്കുന്ന സെറ്റപ്പ്. ഗിയർ വണ്ടിക്ക് ഏകദേശം എത്ര 6 ഗിയറോ 7 ഗിയറോ മറ്റും ഉണ്ട് വണ്ടിക്ക്. കറക്റ്റ് നോക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അങ്ങനെ ഇപ്പം രാവിലെ ആയിട്ടുണ്ട്, ഏകദേശം നമ്മൾ എത്താനായി. ഇപ്പം ഏകദേശം ഒരു 8 മണി ആ ഒരു റേഞ്ചിലാണുള്ളത്. കാരണം 8 മണിക്കാണ് ചായ കുടിക്കാൻ നിർത്തിയത്. ഇപ്പം വണ്ടി എടുത്തു. അപ്പോൾ രാവിലത്തെ അവസ്ഥ ഇതാണ്. ഷൂ എല്ലാം മേലെ കയറ്റിയിട്ട് താഴെ ഇടാൻ വേണ്ടി പേടി. ഇപ്പോൾ അഥവാ മറ്റവരെ എണീച്ച് എടുത്ത് കൊണ്ടുപോയാലോ, ഇപ്പോൾ ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ VRL ബസ്. അങ്ങനെ അവസാനം നമ്മൾ മഹാരാഷ്ട്ര എത്തിയിട്ടുണ്ട്. അങ്ങനെ 1000 കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ എത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ഗൈസ്.